ഹായ് വീവേഴ്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? എല്ലാവർക്കും ദൈവത്തിൻ്റെ രക്ഷയും സമാധാനവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ബ്രെഡ് കൊണ്ടുള്ളൊരു അടിപൊളി റെസിപ്പി ആയിട്ടാണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈ ഒരു റെസിപ്പി തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. തൊട്ടടുത്ത ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണം. അപ്പോൾ അതിൽ ഓൾ എന്നുള്ളൊരു ഓപ്ഷൻ കാണും, അതിൽ ക്ലിക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ ബ്രെഡ് കൊണ്ട് എങ്ങനെയാണ് ഈ ഒരു റെസിപ്പി തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് മിക്സിയുടെ ജാർ എടുത്തിട്ട് ഇതിലേക്ക് ഒരു സവാളയുടെ പകുതിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു ചെറിയ പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ ഇഞ്ചിയുടെ കഷ്ണം ചെറിയ പീസാക്കിയിട്ട് ചേർത്ത് കൊടുത്തു. പിന്നെ കുറച്ച് മല്ലിയിലയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ മല്ലിയില, കറിവേപ്പില ഒക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ മല്ലിയില മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് 2 മുട്ട ഇതിലേക്ക് പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് ഒന്ന് അടിച്ചെടുക്കുക. അല്ല, പേസ്റ്റ് പോലെ അരിയൊന്നും വേണ്ട. ഇത് ചെറിയ ചെറിയ പീസായിട്ട് അങ്ങനെ കെടുക്കുന്ന പോലെ നമ്മൾ ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കുക. ഇനി നമുക്ക് വേറൊരു ബൗൾ എടുത്തിട്ട് ഇതിലേക്ക് 1 കപ്പ് മൈദപ്പൊടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ കടലമാവ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ മൈദയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ഒരു കളറിന് വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മുടെ ഉള്ളിത്തണ്ട് ഉണ്ടല്ലോ, അത് ചെറിയ പീസാക്കിയിട്ട് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിന് പകരം നിങ്ങൾക്ക് സവാള ചെറിയ പീസാക്കിയിട്ട് ഇത് ചേർത്ത് കൊടുക്കാം, ഇതില്ലാന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇത് നല്ലൊരു ടേസ്റ്റാണ് ഇങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തു. നമ്മൾ കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് മാവൊന്ന് ലൂസാക്കി എടുക്കണം. നല്ല ലൂസാക്കി എടുക്കേണ്ട, കുറച്ചൊരു കട്ടിയിലാണ് ഈ മാവ് വേണ്ടത്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മൾ മാവ് ലൂസാക്കി എടുക്കുക. അപ്പോൾ ഈ ഒരു ഉള്ളിയുടെ തണ്ട് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഈ മാവിൽ. പിന്നെ നമ്മൾ ബ്രെഡ് എടുത്തിട്ട്, ഞാനിപ്പോൾ ഒരു 8 പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇതുപോലെ ട്രയാങ്കിൾ ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാനിൽ നമുക്ക് എണ്ണ ചൂടാകാനായിട്ട് വെച്ച് കൊടുക്കാം. അതിനുശേഷം ബ്രെഡിൻ്റെ പീസ് എടുത്തിട്ട് നമുക്ക് മുട്ടയുടെ ബാറ്ററിൽ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. അതിനുശേഷം മൈദയുടെ ബാറ്ററിലും അതുപോലെ തന്നെ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് എടുക്കാം. ഇനി ഇത് നമുക്ക് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഉള്ളൊന്നും അധികം വേവാനൊന്നുമില്ല. അപ്പോൾ പുറം ഭാഗം ജസ്റ്റ് ഒന്ന് മൊരിഞ്ഞ് വരുമ്പോൾ തന്നെ നമുക്കിത് കോരിയെടുക്കാം. അടിഭാഗം ഒന്ന് ക്രിസ്പായി വരുമ്പോൾ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതിൽ ഉള്ളിത്തണ്ടോ ഒക്കെ ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. തൊട്ടടുത്ത ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണം. അപ്പോൾ അതിൽ ഓൾ എന്നുള്ളൊരു ഓപ്ഷൻ കാണും, അതിൽ ക്ലിക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ ഈ ഒരു റെസിപ്പി എന്ന് പറയുന്നത് പുറം ഭാഗം കുറച്ചൊരു ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റും ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ബ്രെഡ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും അറിയാമല്ലോ, നല്ല സോഫ്റ്റാണ് ഉള്ളിൽ. അപ്പം പുറം ഭാഗം നല്ല ക്രിസ്പിയാണ്. അപ്പോൾ ഈ ഒരു പുറം ഭാഗം ആണ് ഇതിന് ടേസ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ കണ്ടില്ല, ഉള്ളിലേക്കൊന്നും ഒട്ടും എണ്ണ കുടിച്ചിട്ടില്ല. അപ്പോൾ മുട്ടയുടെ ബാറ്ററിൽ ആദ്യം നമ്മളൊന്ന് കോട്ട് ചെയ്തെടുക്കുന്നതുകൊണ്ട് തന്നെ പിന്നെ നമ്മൾ മൈദയുടെ ബാറ്ററിൽ മുക്കിയെടുക്കുമ്പോൾ ഒട്ടും എണ്ണ ഉള്ളിലേക്ക് കുടിക്കത്തില്ല. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ അടുത്ത് തന്നെ നല്ലൊരു വീഡിയോ മാറ്റി കാണുന്നത് വരെ.